ഇതെന്തോന്നറിയാം? ടിഷ്യൂ പേപ്പർ അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തോന്നുണ്ടാക്കാൻ പോകുന്നത്? ഫ്ലവർ. ഓക്കെ. ഈ പേപ്പർ എടുത്തിട്ട് 4 മടക്കുക. എത്രയായിട്ട് മടക്കണം? 4. കണ്ടോ, നമ്മൾ 4 മടക്കി. അപ്പോൾ ഈ മടക്കിയതിന് ശേഷം ഈ മടക്ക് വരുന്ന ഭാഗമില്ലേ, ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ കൈ വെക്കണം. കൈ വെച്ചിട്ട് ഒരു റായുടെ ഷേപ്പിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. സർക്കിൾ ആക്കണ്ട, ഒരു റാ ഷേപ്പിൽ. കണ്ടോ, ഇതിങ്ങനെ ഇപ്പൊ റായായി. ഇപ്പൊ ഇതും കൂടി ചേർന്നപ്പോ എന്തോ ആയി, ഒരു ലീഫിന്റെ ഷേപ്പ് ആയില്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടില്ലേ ലീഫ്? ഇങ്ങനെ ആകുമ്പോഴല്ലേ ലീഫ് ആവുള്ളൂ. ഐസ്ക്രീം ആവും അല്ലേ? ഓക്കെ. ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇത് നമ്മൾ നിവർത്തി എടുക്കുമ്പോഴേക്കും ഒരു പൂവിന്റെ ഇതളാകും. കണ്ടോ, ഈ 4 ഭാഗവും കിട്ടും. ഓക്കെ. ഇത് നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇടാ കട്ട് ചെയ്തോ. നമ്മളിങ്ങനെ മടക്കുമ്പോഴേക്കും ഈ ഷേപ്പ് അല്ലേ, ഇവിടെ നമ്മൾ ഇങ്ങനെ നിവർത്തിയപ്പോഴല്ലേ ഈ ഭാഗം ഇങ്ങനെ വന്നത്. ഇതിനെ അങ്ങനെ തന്നെ മടക്കി വെച്ചിട്ട് ഈ നമ്മൾ റാ ഷേപ്പിൽ കൊടുത്തില്ലേ, ഈ ഭാഗത്ത് തന്നെ കണ്ടോ വെള്ളം വെച്ചിട്ട് കളർ എടുത്ത് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ നമ്മൾ വെള്ളം വെച്ചേക്കും താഴോട്ട് കണ്ടോ ഇങ്ങനെ സ്പ്രെഡായി വരും. ഇതാണ് നമ്മുടെ ഒരു ഇതിന്റെ ഭംഗി വരുന്നത്. കണ്ടോ, ഫുള്ള് ഇങ്ങനെ ചെയ്യുക. നമ്മൾ ഒരു ഫ്ലവർ ചെയ്യുക, ഒരു 6 ഇതൾ ആവശ്യമുണ്ട്. നമ്മൾ ഇങ്ങനെ നിവർത്തിയപ്പോൾ കിട്ടിയില്ലേ 4 ഭാഗം വരുന്നത്, അങ്ങനെ 6 എണ്ണം വേണം. ഓക്കെ. ഇതൊന്ന് കുറച്ച് ഉണങ്ങട്ടെ. നമ്മുടെ ഈ ഫെവിക്കോള് എവിടെയാണ്, നമുക്ക് കുറേ ഫ്ലവർ വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. നമുക്ക് ഒരു ഫ്ലവർ ടീച്ചർ ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഇതിപ്പം നടുക്ക് കുറച്ച് പശ എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒന്നിൻ്റെ പുറത്ത് ഒന്നായിട്ട് നമുക്ക് എല്ലാ ഇതളും ഇങ്ങനെ മറിച്ച്, ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അടുത്ത ഇതള് ഇങ്ങനെയാണ് വരേണ്ടത്. കണ്ടോ, ഇങ്ങനെ ക്രോസ് ചെയ്ത് വരണം. അപ്പം എല്ലാം പെട്ടെന്നൊന്ന് ഇതിൽ ഒട്ടിക്കാം. ഇപ്പൊ തന്നെ കാണാൻ ഒരു ഭംഗിയില്ലേ? ഇതൊരു വലിയ ഫ്ലവർ. ഇത് കുഞ്ഞ് ഇതളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ചെയ്യുമ്പോഴും ഒരുപാട് ഈ ഫ്ലവർ ബേസ് ഒക്കെ വരച്ചിട്ട് അതിൽ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ. ഇത്രയും നമ്മൾ സെറ്റ് ചെയ്തു. ഇത് കണ്ടോ, ഒന്നിനിടയ്ക്ക് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഈ ഫ്ലവർ ഒരു ഇതൾ ഇങ്ങനെ വെച്ചിട്ട് അതിനിടയ്ക്കാണ് അടുത്ത ഇതൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം അല്പം നമ്മുടെ പശയൊന്ന് ഉണങ്ങി പിടിച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെയാണ് ഇത്. കണ്ടോ, ഇത് നല്ല ഭംഗിയാന്ന് നോക്കിയേ. കണ്ടോ, നല്ല രസമല്ലേ? എന്നിട്ട് നമ്മൾ ബ്രഷ് എടുത്തിട്ട് ഗ്രീൻ കളർ എടുക്കുക. എടുത്തിട്ട് ഇതിനൊരു സ്റ്റിക്ക് വരച്ചു കൊടുക്കുക. നമ്മുടെ ഗ്രീൻ കളർ ലീഫിന് ആയാലും ഏത് കളർ കറക്റ്റ്, നമ്മുടെ ഈ ഗ്രീൻ കളർ കൊടുക്കുമ്പോഴേക്കും അതിൽ അല്പം യെല്ലോ കളറും കൂടെ എന്ത് ചെയ്യണം, കൊടുക്കണം. കണ്ടോ, കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് ചെയ്തത്. ഇത് ഈ സൈഡ് വേണമെങ്കിലും ഒരു ലീഫ് കൊടുക്കാം. ഇത് കുറേ ഫ്ലവർ ഇതിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ചെയ്ത വർക്ക് എവിടെയാണ് എടുത്തിട്ടോ? കണ്ടോ, ഇവര്
കണ്ടോ ഇവർ ചെയ്ത വർക്കാണ് ഇത്. നേരെ കാണിച്ചേ. ആ കണ്ടോ, ഇത് നമ്മുടെ കുറേ ഫ്ലവർ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് ടീച്ചർ ചെയ്തത് ഒരെണ്ണം. ഓക്കെ, അടുത്തത് ചെയ്യാം.